ഞാൻ പറയുന്നു, ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിരക്ഷ ഉണ്ടാവണം, ഒരു സംശയം വേണ്ട. അവരെ ആര് ഉപദ്രവിച്ചാലും അവർക്കെതിരെ കേസെടുക്കണം. പക്ഷേ ഇത് ബോധപൂർവം ഇത്തരത്തിൽ ഒരാളെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഉപദ്രവിക്കാനായി ഈ ഒരു കേസ് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ മൊഴി കൊടുക്കുന്നയാളെ തിരിച്ച് അവർക്കെതിരെ കേസില്ലെങ്കിൽ, കുറ്റക്കാരല്ലെങ്കിൽ അല്ലെങ്കിൽ ആ മൊഴി തെറ്റാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവണം. ആ ഉമ്മൻചാണ്ടി സാറ് എത്രയേറെ പീഡ അനുഭവിച്ചു. ഉമ്മൻചാണ്ടി സാറിന്റെ കുടുംബം, മക്കള്, ഞാൻ പറഞ്ഞ അവിടെ ചാണ്ടി ഉമ്മന്റെ കല്യാണം പോലും മുടങ്ങിപ്പോയത് സത്യത്തിൽ ആ ഒരു വിഷയത്തിന്റെ പേരില്ല. ഞാനൊരു കോൺഗ്രസിനെ വെല്ലുവിളിച്ചിട്ടില്ല, ഒരു കോൺഗ്രസ്സുകാരോട് എനിക്കൊരു പണക്കമില്ല. ഞാൻ UDF വിട്ട സാഹചര്യം നിങ്ങൾക്ക് അറിയാം. എനിക്കിവിടെ പിടിച്ചു നിൽക്കുക, ഞാൻ UDF ജില്ലാ ചെയർമാനും പാർട്ടി ജില്ലാ പ്രസിഡന്റുമായി എനിക്ക് ഇവിടെ ഒരു എന്നാ പറയുക കില്ലപ്പട്ടിയുടെ വിലയില്ലാതെ വേണമെങ്കിൽ നീ നിന്നു എന്നുള്ള അവസ്ഥയിലായി. അപ്പോൾ എനിക്കിത് മടുത്തു. അപ്പം എനിക്കും സ്വാഭാവികമായിട്ട് നിങ്ങൾ നാട്ടിൽ ഞാൻ മുതലാളിയല്ല. ഞാൻ ആ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് ഒക്കെ ആയതെങ്കിൽ ഞാൻ പൊതുരംഗത്ത് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി പോരാടി. എൻ്റെ വികസനത്തിന് വേണ്ടി ഞാൻ പോരാടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്നു. നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് ശ്രീ സജി മഞ്ഞക്കടമ്പനാണ്. സാമൂഹിക പ്രവർത്തകനും മുൻ യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന അധ്യക്ഷനും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമൊക്കെ ആയിട്ടുള്ള സജി മഞ്ഞക്കടമ്പൻ ഈ അടുത്ത കാലത്ത് ഫ്രീ ആയിട്ട് ഒരു പോക്സോ കേസിൽ അദ്ദേഹത്തിനെതിരെ FIR എടുത്തിട്ടുണ്ട്. അതിൻ്റെ സത്യം എന്താണ് എന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. സജി നമസ്കാരം. എന്താണ് ഫ്രീ ആയിട്ട് ഒരു പോക്സോ കേസിലൊക്കെ പ്രതിയായി എന്നുള്ള രീതിയിൽ ചില സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? സത്യാവസ്ഥ ഒന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിച്ചത് മാത്രമേ ഉള്ളൂ. പ്രചരിപ്പിച്ചത് പാലായിലുള്ള ഒരു ഓൺലൈൻ മീഡിയക്കാരനാണ്, വേറെ ആരും പ്രചരിപ്പിച്ചില്ല. എൻ്റെ പടം വെച്ച് ഞാൻ സജി മഞ്ഞക്കടമ്പൻ പോക്സോ കേസിൽ പ്രതി എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ഒരാൾ പ്രതിയാകുന്നത് എപ്പോഴാണ്? ഞാൻ പറയുന്നു, FIR എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ത്രീ പോയി അല്ലെങ്കിൽ ആരെങ്കിലും പോയി സ്റ്റേഷനിൽ പറയുന്ന ആദ്യത്തെ ഒരു ഊര. അപ്പോൾ പോലീസ് സ്വാഭാവികമായിട്ട് FIR ഇടാൻ അവർ നിർബന്ധിതരാണ് അപ്പോഴത്തെ നിയമം അനുസരിച്ച്. അങ്ങനെ എൻ്റെ പേരിലുള്ള FIR ഇട്ടു. FIRൻ്റെ കോപ്പി രാത്രി തന്നെ ഈ പറയുന്ന ഓൺലൈൻ മാധ്യമക്കാരൻ്റെ കിട്ടി. അയാൾ അത് ലോകത്തുള്ള മുഴുവൻ മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുത്തു. ആ FIR-ൽ ഈ പെൺകുട്ടിയുടെ പേരുണ്ട്, പെൺകുട്ടിയുടെ അമ്മയുടെ പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇരയുടെ പേര് അദ്ദേഹം വെളിപ്പെടുത്തി. ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ വന്നു. ഏതായാലും മറ്റൊരു മാധ്യമപ്രവർത്തകരും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ആരോപണത്തിൽ ചെന്ന് ചാടില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ കോട്ടയത്ത് നിന്നല്ല കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകരും അങ്ങനെ വാർത്ത കൊടുത്തില്ല. ഏതായാലും ഞാൻ എൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ വേണ്ടി അന്ന് തന്നെ രാവിലെ 10 മണിക്ക് ഞാൻ കോട്ടയത്തെ പത്രസമ്മേളനം വിളിച്ച് പ്രസ് മീറ്റ് ചെന്നു. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ സമയത്ത് തുറന്ന റോഡാണ്. അപ്പം ഞങ്ങളൊക്കെ നമ്മുടെ ഈ കരൂർ ഒക്കെ വെള്ളം കയറുമ്പം കയറി ഞങ്ങൾക്ക് പാലായിക്ക് പോകുന്ന ഒരു ബൈപ്പാസ് റോഡാണ്. ആ റോഡിന്റെ ഭാഗത്ത് എൻ്റെ 1.5 വർഷം മുമ്പ് 1.5 വർഷം മുമ്പ് പാലായി എന്നൊരു അഭിഭാഷകൻ അദ്ദേഹം താമസിച്ചു. അവിടെ നമുക്ക് ഇപ്പോൾ പോയി കാണാൻ അറിയാം. പഞ്ചായത്ത് റോഡിൽ ചപ്പാത്തുണ്ട്. ആ ചപ്പാത്ത് കടന്ന് ഓവുചാലിലൂടെ വെള്ളം സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ആ വെള്ളം പോയിക്കൊണ്ടിരുന്ന ആ സ്ഥലമാണ് ഇദ്ദേഹം വന്ന് എടുത്തത്. അല്ലാതെ പുള്ളി വന്നതിന് ശേഷം ഉണ്ടായ ഓവുചാലല്ല, ഒഴുക്കുണ്ടായിരുന്ന എന്നിട്ട് അദ്ദേഹം അവിടെ പറഞ്ഞ് NSS കരയോഗംകാരാണ് കെട്ടിയിട്ടാണ് വെള്ളം അങ്ങനെ അവൻ്റെ പറമ്പിലേക്ക് അദ്ദേഹത്തിൻ്റെ പറമ്പിലേക്ക് പോകുന്നത് എന്നുള്ള തെറ്റായ പ്രചരണം അഴിച്ചിട്ട് NSS കരയോഗത്തിനൊരു ഇഞ്ചക്ഷൻ വാങ്ങിച്ച് ഒരു സുപ്രഭാതത്തിൽ ഇയാൾ വന്ന് കെട്ടിയടച്ചു. ചെറിയ ഓവുചാല, കണ്ടമാനം വെള്ളം ഒഴുക്കി മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ നാട്ടിലില്ല. അപ്പം എന്നെ അയലോക്കാരൊക്കെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, പഞ്ചായത്തിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുക. അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറിയോടും പഞ്ചായത്ത് പ്രസിഡന്റോടും ഞാൻ പറഞ്ഞു, നിങ്ങളത് അനുവദിക്കരുത്. പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറി പണം വാങ്ങിച്ചു, അല്ലെ പഞ്ചായത്ത് അധികൃതർ അന്ന് ഉഴപ്പി. അവർ പറഞ്ഞു, സ്വകാര്യ വ്യക്തി അയാളുടെ എന്താ മതിൽ കിട്ടുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ കൈയൊഴി ചെയ്ത് അതിൽ വലിയ അഴിമതി നടന്നത്. പക്ഷെ അന്ന് ഞാൻ കാസർഗോഡായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്ക് കെട്ടിവെച്ചു പോയി. ഞാനന്ന് നാട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ കെട്ടിക്കരുത്, തടയണം. ഇത് കെട്ടിവെച്ചാൽ പിന്നെ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. ഏതായാലും അവർക്ക് ആർക്കും അത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കെട്ടിവെച്ചു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ 3 ദിവസം വെള്ളപ്പൊക്കമായിരുന്നു. അവിടെ വെള്ളം ഇങ്ങനെ കിടക്കുക, പിള്ളേർക്ക് പോലും നടന്നു പോകത്തില്ല. ഞാനാണ് എൻ്റെ ഒരു കാറ് കൊച്ചിനെ കൂട്ടാൻ വേണ്ടി മെഡിസിനിലെ കൊച്ചി ജോലി നിന്ന് കൂട്ടാൻ വേണ്ടി പോയ വഴിക്ക് അവിടെ വെള്ളത്തിൽ പോയി അത് നിന്ന് പോയി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നൊരു പൊട്ട സ്കൂട്ടറുണ്ട്, അതുമായിട്ട് വന്നപ്പം സ്കൂട്ടറും കൂടെ അതിനകത്ത് നിന്ന് പോയി ഈ വെള്ളത്തിൽ. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. വെള്ളച്ചാല് ഓവുചാല തെളിച്ചാലേ എനിക്ക് പോകത്തുള്ളൂ. ഞാൻ ഓവുചാല് തെളിച്ചു. അതിനെ സംഭവിച്ചു. അവിടെ പരസ്യമായിട്ട് 100 കണക്കിന് ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ തന്നെ ഓവുചാല തെളിച്ച്. ഓവുചാല് തെളിക്കുമ്പോൾ നമുക്കറിയാമല്ലോ 1-2 കട്ടയൊക്കെ കൂടുതൽ പോകും. ഇതാണ് സംഭവിച്ചത്. ഏതായാലും പോലീസ് അന്ന് ഉച്ചയ്ക്ക് പോലീസ് വന്നു. പോലീസ് വന്നപ്പോൾ പോലീസുകാരനെ ഞാൻ കൊണ്ടേ കാണിച്ചു. സാർ ഒന്ന് വരാൻ പറഞ്ഞു. പോലീസുകാരനെ പാൻ്റെ വലിച്ചു കയറ്റിയിട്ടാണ് അതിൽ നടന്നത്. അപ്പൊ പകുതി ഉള്ളോ പോയിട്ടുള്ളൂ. ഞങ്ങൾ ഹോളോബ്രിക്സ് മാത്രമേ നമുക്ക് തുറന്നുള്ളൂ. അപ്പൊ അതിന് അടിയിൽ പിന്നെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കുക, ഒന്നും ചെയ്തില്ല. പിന്നെ ഞങ്ങളത് അതും കൂടെ ഞങ്ങളുടെ തുറന്നു വിട്ടു. അതുകൊണ്ടാണ് അവിടെ വെള്ളക്കെട്ട് ഒഴിവായത്. ഇതാണ് സംഭവിച്ചത്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ മാധ്യമപ്രവർത്തകൻ, ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ, അപ്പോൾ അയാളുടെ വാർത്ത കണ്ടു. ഞാൻ അപ്പം അതൊക്കെ സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഒരു SI ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു FIR ഉണ്ട്, ഞാൻ വിളിക്കുമ്പോൾ സ്റ്റേഷനിൽ വരും, വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പോൾ FIR-നെ കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ പോക്സോ ഉണ്ട്. അപ്പം ഞാൻ നേരെ
കോട്ടയത്തേക്ക് പോയി. ഞാനവിടെ ആ വെള്ളക്കെട്ടിൻ്റെ മുഴുവൻ വീഡിയോ എൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വെള്ളക്കെട്ട് അല്ലെ ഓവുചാല് തുറക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ ഈ പരാതിക്കാരിയും അവിടെ നിന്ന് മുഴുവൻ പിടിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു വാക്കെങ്കിലും ഞാൻ ചീത്ത അവരെ മുഖത്ത് നോക്കിയിട്ടില്ല. ഒന്ന് ഞാൻ ഈ കമ്പി കൊണ്ട് കുത്തുന്നത്, കമ്പി കൊണ്ട് കൈ ഇപ്പോഴും പൊട്ടി നാശായിരിക്കുക. അപ്പം കമ്പി കൊണ്ട് കുത്തി പൊട്ടിക്കുന്ന വീട്ടിൽ മുഴുവൻ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. രണ്ടാമത് വൈകിട്ട് സംഭവിച്ചു ഞാൻ പറഞ്ഞല്ലോ, വൈകിട്ടും വെള്ളം അവിടുത്തെ പറ്റിയിട്ടില്ല. ഈ കോൺക്രീറ്റ് ഞാൻ കമ്പി കൊണ്ട് പോയി വീണ്ടും ഞാനത് കൈ പൊട്ടിച്ചു. അപ്പോൾ ആണ് ഇയാൾ വക്കീലും കുറെ ഗുണ്ടകളും ഒരു പോലീസുകാരൻ വന്നു. ആ വക്കീൽ ഈ ഫോട്ടോ പിടിച്ചു, വീഡിയോ പിടിച്ചു. അപ്പൊ എന്റെ കൂടെ ഒരു 70 വയസ്സുള്ള ഒരു കാരണവരുണ്ട്. പുള്ളി എന്നാ ചെയ്തു, പുള്ളി സ്വാഭാവികമായിട്ട് മുണ്ടേ വെള്ളം പറ്റാതിരിക്കാൻ വേണ്ടി ഇത് മടക്കി വലിച്ചു കുത്തിയിട്ട് അപ്പോഴേ അടിയിൽ ഇത് കൂട്ട് ഇട്ടേക്കുക. കളസമല്ല അതിന്റെ പേരനാ, ബർമുട ഇട്ടേക്കുക. അത് എന്റെ ഫോട്ടോ അവർ എടുത്തോണ്ട് പോയിട്ടാണ് നേരെ കേസ് കൊടുക്കുന്നത്. ഇയാളാണ്. അപ്പൊ സജി മഞ്ഞക്കടമ്പൻ തുണി പൊക്കിയൊന്നും അതില്ല, അവർ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഈ കാരണവര് തുണി പൊക്കി കാണിച്ചു. ഞാൻ ചോദിക്കട്ടെ, പോക്സോ കേസ് എന്താ? ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു സ്ത്രീയോ ഒരു കുട്ടിയോ നമ്മൾ ഉപദ്രവിക്കുകയോ അല്ലെ അവർക്കെതിരെ ചെയ്തെങ്കിലാണ്, അതാണ് പോക്സോ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും വേണ്ട FIR ഇങ്ങനെ ഇട്ടു ദിവസം ഞാൻ കോട്ടയത്ത് പോയി മാധ്യമങ്ങളെ കണ്ടു. മാധ്യമങ്ങൾ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അത് കയറി പിടിച്ചു. ഞാൻ അറിയാതെ എനിക്ക് കൊല്ലത്തും ആലപ്പുഴയുമുള്ള പല മാധ്യമങ്ങളും ഈ വിഷയം പിടിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞ പിറ്റേ ദിവസം ഞാൻ ആവശ്യമായി ബന്ധപ്പെട്ട് എനിക്ക് ജയറിനെ കണ്ട ഞാൻ കോട്ടയത്തെ കളക്ടറേറ്റ് നിൽക്കുമ്പോൾ ഒരു ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരൻ അദ്ദേഹം എന്നെ കണ്ടു. ഞാൻ സാറിൻ്റെ ഫോൺ നമ്പർ തപ്പി നടക്കുമായിരുന്നു. അവിചാരിതയോടെ കണ്ടാ സാറേ, എനിക്കും സാറിനെ പോലെ തന്നെ അനുഭവം ഉണ്ടായി. എൻ്റെ അയലോക്കത്തുള്ളൊരുത്തൻ അവരുടെ മകളെ കൊണ്ട് കേസ് പിടിപ്പിച്ച് ഞാൻ 20 ദിവസവും ജയിലിൽ കിടന്നു. എൻ്റെ ജോലി സസ്പെൻഷനായി. ഇപ്പം ഞാൻ തിരിച്ചു കയറി, പക്ഷെ എൻ്റെ കേസ് നിൽക്കുക. എന്നെ മുണ്ടക്കയത്തൊരു ഒരു അധ്യാപകൻ എന്നെ വിളിച്ചു, സാറേ സാറിൻ്റെ ഈ പോരാട്ടം നല്ലതാണ്, ഇത് ഈ ഇത്തരത്തിലുള്ള ഈ പീഡനത അവസാനിപ്പിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്കൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വിദ്യാർത്ഥി സംഘടനയൊക്കെ കാണും. ആരുമായിട്ട് ചെറിയ വിഷയം ഉണ്ടെങ്കിൽ ആ സാർ എന്നെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇതിന് അപ്പോഴേ FIR ആണെന്ന്. ഇത് ഒരു സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുക. ഞാൻ പറയുന്നു, ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിരക്ഷ ഉണ്ടാവണം, ഒരു സംശയം വേണ്ട. അവരെ ആര് ഉപദ്രവിച്ചാലും അവർക്കെതിരെ കേസുണ്ട്. പക്ഷേ ഇത് ബോധപൂർവം ഇത്തരത്തിൽ ഒരാളെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഉപദ്രവിക്കാനായി ഈ ഒരു കേസ് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ മൊഴി കൊടുക്കുന്നയാളെ തിരിച്ച് അവർക്കെതിരെ കേസില്ലെങ്കിൽ, കുറ്റക്കാരല്ലെങ്കിൽ അല്ലെങ്കിൽ ആ മൊഴി തെറ്റാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവണം. അങ്ങനെ ഒരു നിയമം കൂടെ ഉണ്ടായാൽ ഒരു ഫേക്ക് കേസ് ഉണ്ടാകുകയില്ല, ജനുവിനായ കേസ് ഉണ്ടാകും. നമുക്കറിയാം, ഇപ്പം പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെതിരെ അന്ന് എത്ര ആള് സരിത എന്തെല്ലാം പറഞ്ഞു, അദ്ദേഹത്തെ കൊടുക്കാൻ നോക്കിയില്ലേ? അവർ വളരെ മാന്യമായിട്ട് ഇപ്പം നടക്കില്ലേ, വല്ല കുഴപ്പമുണ്ടോ? ആ ഉമ്മൻചാണ്ടി സാറ് എത്രയേറെ പീഡ അനുഭവിച്ചു. ഉമ്മൻചാണ്ടി സാറിന്റെ കുടുംബം, മക്കള്, ഞാൻ പറഞ്ഞ അവിടെ ചാണ്ടി ഉമ്മന്റെ കല്യാണം പോലും മുടങ്ങിപ്പോയത് സത്യത്തിൽ ആ ഒരു വിഷയത്തിന്റെ പേരില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇത് നമ്മുടെ ഈ സംസ്ഥാനത്ത് നിരവധി ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പം എനിക്ക് മനോരമ ന്യൂസിൽ നിന്ന് ഒരാൾ എനിക്ക് അയച്ചു തന്ന ഒരാള് അത് കണ്ട് അധ്യാപകനാന്ന് തോന്നുന്നു. അങ്ങനെ 90 ദിവസം ജയിലിൽ കിടന്നു. ഇപ്പം 8 വർഷം കഴിഞ്ഞപ്പോൾ അയാളെ കേസ് നിരപരാധിയാണെന്ന് പറഞ്ഞ് വിട്ടിരിക്കുന്നു. അയാളുടെ ജീവിതം തീർന്നോ? ഇന്നാളെ നമ്മൾ കണ്ടല്ലോ, ഒരു സ്കൂളിലെ ഒരു ഡ്രൈവറെ ഒരു പെൺകൊച്ച് കേസ് കൊടുത്ത അയാൾ ജയിലിലായി. അങ്ങനെ നിരവധി കേസുകൾ. ഇവരൊക്കെ കേസിൽ ഇപ്പം സ്വാഭാവികമായിട്ട് ഞാൻ പറയാം, ഇപ്പം എനിക്കത് പ്രതിരോധിക്കാൻ പറ്റി. എന്നോടൊപ്പം നാട്ടുകാരുണ്ടായിരുന്നു. ഞാൻ പട്ടാപ്പകലാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. വേറൊരാളാണെങ്കിൽ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ നെടുങ്ങും. അല്ല സാർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോലീസിനൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്താതെ എന്താണ് FIR ഇടാൻ കാരണം എന്താണ്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പോലീസ് ഞങ്ങൾ ഈ സംഗതി ഓവുചാല് തുറന്ന സമയത്ത്, ഉച്ചയ്ക്ക് ഓവുചാല് പകുതി തുറന്ന സമയത്ത് പോലീസ് വന്നു. ആ പോലീസുകാരൻ കണ്ടു പോയി. എന്നോട് പോലീസുകാരൻ ചെവിയിൽ എന്നോട് പറഞ്ഞ ഭാഗം എന്നാന്ന് ചോദിച്ചാൽ, അയാളെ ചതിക്കാൻ ഞാൻ പറയുന്നില്ല, ഇതല്ലാതെ മറ്റു മാർഗ്ഗമൊന്നുമില്ല ഇതിലെ പോകണമെങ്കിൽ എന്നാ അദ്ദേഹം എന്നോട് പറഞ്ഞു പോയത്. വൈകിട്ട് വേറൊരു ഉദ്യോഗസ്ഥനും ഇവിടെ വന്നു. എന്നപ്പോൾ ഞങ്ങൾ പരിപാടിയില്ലെങ്കിൽ ഞങ്ങളവിടെ നിൽക്കുക. ഞങ്ങളെ ഓവുചാല് തുറന്നു, സത്യം അത് പരസ്യമായി അതിനെ സംശയിക്കുന്നത്. ഓവുചാല് അടയ്ക്കാനായിട്ട് ഇവർക്ക് എന്ത് അധികാരമാണ്? വക്കീല് എന്നുള്ള ആ അഹങ്കാരം ഹുങ്ക് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ പേടിപ്പിച്ച് ഇദ്ദേഹം കെട്ടിയടച്ചു. ബാർ കൗൺസിൽ പരാതി കൊടുക്കുമോ? ഞങ്ങൾ നടത്തുന്നില്ല. ബാർ കൗൺസിൽ പരാതി കൊടുക്കുമെന്ന് ഞാൻ ചോദിക്കുന്നത്. ഞാൻ കൊടുക്കും, ഇനി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് മാത്രമല്ല, എനിക്കെതിരെ കൊണ്ടുപോയി FIR ഇട്ടില്ലേ, വ്യാജമൊഴിയല്ലേ കൊടുത്തു. വ്യാജമൊഴി ആ പെങ്കൊച്ചിനെ കൊണ്ട് എനിക്ക് ആ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. ആ സ്ത്രീയെയോ ആ മകളെയോ ഞാൻ കുറ്റപ്പെടുത്തില്ല. പക്ഷെ ഇയാളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇയാൾ ആ വക്കീലിന്റെ വക്രബുദ്ധി ഉപയോഗിച്ചു. ഇയാൾ വേറൊരു വക്കീലും കൂടെ ഉണ്ട്, ഒന്നിച്ചായിരിക്കുന്നു. രണ്ടും വക്രബുദ്ധിക്കാരാ. അവര് ഇങ്ങനെ മൊഴി കൊടുത്താൽ ഇപ്പം മഞ്ഞക്കടമ്പനെ പിടിച്ച് അങ്ങ് കൊണ്ടുപോകും. പിന്നെ ഒരു ഓൺലൈൻ മാധ്യമക്കാരനും ഉണ്ടല്ലോ വാർത്തയിടാൻ. ആ ഓൺലൈൻ മാധ്യമക്കാരൻ ഞാൻ പറഞ്ഞു മുഴുവൻ എന്നോട് കോട്ടയത്തിൻ്റെ പല മാധ്യമ സുഹൃത്തുക്കളും വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് രാവിലെ അയച്ചു തന്നു ഒരു വാർത്ത ചെയ്യണമെന്ന് പറഞ്ഞു. അതെ, ഞാൻ ചോദിക്കട്ടെ, FIR ഇട്ടെന്നും കൊണ്ട് ഞാൻ പ്രതിയാകുന്നില്ല. FIR ഇട്ട് പോലീസ് അന്വേഷണത്തിൽ
എന്നെ പ്രതി ചേർക്കുമ്പോഴാണ് ഞാൻ പ്രതിയാകുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ എഫ്ഐആർ ഇട്ടു കഴിഞ്ഞ് പോലീസ് ഇനി അന്വേഷിക്കട്ടെ. ഇവിടെ നാട്ടിൽ നിന്നല്ല അന്വേഷിക്കേണ്ടത്. നാട്ടിൽ ഒരാളെങ്കിലും ഇത് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രതിയാവും. ആകട്ടെ. ഞാൻ അന്ന് ഞാൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഞാൻ ഇത് കേട്ടിട്ട് പേടിച്ചൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ജാമ്യം എടുക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയമില്ല. കാരണം ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജാമ്യം എടുക്കാൻ ശ്രമിച്ചാൽ പോയാൽ ഞാൻ കുറ്റക്കാരനാണെന്ന് സ്വാഭാവികമായിട്ട് ആൾ ചിന്തിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ സംഭവിച്ചെന്ന് വെച്ചാൽ മുൻകൂർ ജാമ്യത്തിന് മൂവ് ചെയ്തിട്ടുണ്ട്. കാരണമുണ്ട്. അഡ്വക്കേറ്റ് ജോർജ് ബോബൻ എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ വീട്ടിലൊരു സ്റ്റാഫും കൂടിയാണ് എൻ്റെ കൂടെയുള്ള ഈ 70 വയസ്സുകാരൻ. അദ്ദേഹത്തിന് ഭയങ്കര ഭയമുണ്ട്. ഇത്ര പ്രായമുള്ള പുള്ളി മനുഷ്യൻ പറയുന്നത്, സജി പോലീസ് പിടിക്കുമോ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അപ്പൊ ആരണ്ടല്ല പേടിപ്പിച്ചു, ഇപ്പൊ പിടിച്ചോണ്ട് പോകും, വീട്ടിൽ കിടക്കല്ലേ. അപ്പൊ പുള്ളി എന്നോട് ഇങ്ങനെ നിരന്തരം ശല്യം, പോലീസ് എന്നാ പിന്നെ ഞാൻ പറഞ്ഞു, എന്നാൽ ഈ ജോർജ് ബോബന്റെ സ്റ്റാഫ് കൂടെ പുള്ളി മുൻകൂർ കൊടുത്തേക്കാൻ പറഞ്ഞു. ജോർജ് ബോബൻ സാർ എന്നെ വിളിച്ച് നിർബന്ധിച്ചിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അപ്പൊ ഇന്നലെ മാധ്യമപ്രവർത്തകർ മഞ്ഞക്കടമ്പൻ കണ്ടോ അകത്ത് പോകുമെന്ന് ഉറപ്പായപ്പോൾ ജാമ്യം മൂവ് ചെയ്തു. എനിക്കൊരു പേടിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ആ വക്കീലോട് ചോദിച്ചു എന്താ അതിൻ്റെ ശിക്ഷ. ഇപ്പൊ നമ്മളെ പിടിച്ചാൽ പരമാവധി 10 ദിവസം അല്ലെ 15 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ കിടക്കാൻ തയ്യാറാ, എന്നെ പിടിക്കട്ടെ, ഇതിന്റെ പേരിലുള്ള അവസാനത്തെ ഏറെ ഞാനായി മാറട്ടെ എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഈ സജി മഞ്ഞക്കടമ്പൻ ഒരു 6 മാസം മാത്രമാണ് UDF സംവിധാനത്തിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്. അതിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ UDF സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നണി പോരാളിയായിരുന്നു തീർച്ചയായിട്ടും ഈ സജി മഞ്ഞക്കടമ്പൻ. അല്ല, ഞാൻ UDF വിട്ടതും എനിക്ക് കോൺഗ്രസിനോട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിച്ചിട്ടുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറഞ്ഞേ ഇതിനകത്ത് താങ്കളെപ്പോലുള്ള ഒരാൾക്കെതിരൊക്കെ ഇങ്ങനത്തെ ഒരു FIR ഇടുക എന്ന് പറയുമ്പോൾ തന്നെ അത് UDF നേതൃത്വം ആലോചിക്കട്ടെ, ശരിയാണോ അങ്ങനെ പോലീസ് ചെയ്ത് ശരിയാണോ എന്ന് കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം ആലോചിക്കട്ടെ. ഞാനൊരു കോൺഗ്രസിനെ വെല്ലുവിളിച്ചിട്ടില്ല, ഒരു കോൺഗ്രസ്സുകാരോട് എനിക്കൊരു പണക്കമില്ല. ഞാൻ UDF വിട്ട സാഹചര്യം നിങ്ങൾക്ക് അറിയാം. എനിക്കിവിടെ പിടിച്ചു നിൽക്കുക. ഞാൻ UDF ജില്ലാ ചെയർമാനും പാർട്ടി ജില്ലാ പ്രസിഡന്റുമായി എനിക്ക് ഇവിടെ ഒരു എന്നാ പറയുക കില്ലപ്പട്ടിയുടെ വിലയില്ലാതെ വേണമെങ്കിൽ നീ നിന്നു എന്നുള്ള അവസ്ഥയിലായി. അപ്പോൾ എനിക്കിത് മടുത്തു എന്ന് പറഞ്ഞാൽ UDF ജില്ലാ ചെയർമാനും പാർട്ടി ജില്ലാ പ്രസിഡന്റുമായി എനിക്ക് എൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ നോമിനേഷൻ കൊടുക്കാൻ പോലും കയറാൻ പറ്റത്തില്ല. ഇലക്ഷൻ കമ്മിറ്റി കൺവീനറോ വേണ്ട, ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. നോമിനേഷൻ കൊടുക്കാൻ കയറാതെ ഒന്നും നമുക്ക് ഒരു അപ്പം ആളുകൾ ചോദിച്ചു മഞ്ഞക്കടമ്പൻ എന്താ കാണാതെ, ഫ്രെയിമിലൊന്നും ഇല്ലല്ലോ, എന്നാ വല്ല പ്രശ്നമുണ്ടോ, ഞാനും ഫ്രാൻസിസ് ജോർജ് തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ആളുകൾ ചോദിക്കുന്നത്. നോമിനേഷൻ കൊടുക്കുമ്പോൾ ഞാൻ പുറത്ത് പോയി ഗേറ്റിൽ തൂങ്ങി നിൽക്കുകയല്ലേ ഒരു ജില്ലാ ചെയർമാൻ. അപ്പൊ അപ്പുറത്തോ LDFന്റെ ആരൊക്കെയാണ് പോയത്? LDFന്റെ CPMന്റെ ജില്ലാ സെക്രട്ടറി, കേരള കോൺഗ്രസ് എമ്മിന്റെ ജില്ലാ പ്രസിഡന്റ്, CPIയുടെ ജില്ലാ സെക്രട്ടറി, സ്ഥാനാർത്ഥി ഉൾപ്പെടെ 5 പേരാ പോയത്. ഇപ്പഴേ നമ്മളൊന്നും കയറാൻ പറ്റും. നമ്മളൊക്കെ കയറിയാൽ സ്ഥാനാർത്ഥി തോക്കുമെന്നായിരിക്കാം. അല്ല, LDFന്റെ ഒരു പൊതു സ്വഭാവം ഒരു പ്രോട്ടോകോളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ UDFനെ സംബന്ധിച്ച് UDFന് ഇങ്ങനെ ഒരു ഇടിച്ചുകയറ്റല്ലേ എപ്പോഴും ഉള്ളത്. ഇടിച്ചുകയറ്റം എന്ന് പറഞ്ഞാൽ ആ പ്രോട്ടോകോൾ അനുസരിച്ച് ഇവിടെ പോയാൽ മതി. ഇപ്പൊ ഇവിടെ ആരൊക്കെയാണ് കയറേണ്ടത്? ഇവിടെ UDF ജില്ലാ ചെയർമാനായി എനിക്ക് കയറാം, എന്റെ പാർട്ടി സ്ഥാനാർത്ഥി. നാട്ടകം സുരേഷ് നിർബന്ധമായിട്ടും കയറണ്ടേ, DCC പ്രസിഡന്റ് വേണം. തീർച്ചയായിട്ടും. ഇവിടെ UDFന്റെ ജില്ലാ കൺവീനർ ഫിൽസർ ഉണ്ടല്ലോ, കയറാൻ വരെ. UDFന്റെ ജില്ലാ സെക്രട്ടറി അയക്കുന്ന അസീസ് ബഡായി, ഇത്തരം പേരിലേക്ക് അതിനകത്ത് എല്ലാ കമ്മ്യൂണൽ പരിഗണനയായി. ലാസ്റ്റ് എന്നെ ഒഴിവാക്കാനായിട്ട് വളരെ വിചിത്രമായ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമം. അതോ 100-150 പേരെ ചുറ്റിലിരുന്നുകൊണ്ടാണ് പറയുന്നത്, ഒരു മുസ്ലിം പ്രാതിനിധ്യം കൂടെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ വിട്ടുന്നത്. അപ്പം എൻ്റെ കൂടെയുള്ള ജില്ലാ സെക്രട്ടറി അസീസ് ബഡായിയെ കൂടെ കയറ്റണം. അപ്പം ഞാൻ മാറി നിൽക്കണോ? ഇത് ആരോ വിചാരിച്ചു ഞാനൊന്നും പറ്റത്തില്ല, ഈ മുസ്ലിമിനൊന്നും കയറ്റാൻ പറ്റില്ല, എനിക്ക് കയറണമെന്ന് പറയുമെന്ന് ആരോ അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല. സന്തോഷം മാറുന്നു കൊടുത്തു, നിർത്തി അന്ന് തന്നെ. പിന്നെ വേണ്ടാന്ന് വെച്ചു. അതിനകത്ത് എനിക്ക് നഷ്ടം ഞാൻ നോക്കിയിട്ട് ഇന്ന് ഞാൻ വളരെ സന്തോഷിക്കുക. അവിടെ അതിനകത്ത് സമയത്ത് ഇപ്പം ഞാൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തു. കാരണം ഞാൻ ഈ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു UDF ജില്ലാ ചെയർമാൻ ചുമ്മാ ഇരിക്കുന്ന ആളല്ലായിരുന്നു. ഓടി സംസ്ഥാന പ്രസിഡന്റ് ഞാൻ ലൈവ് വാർത്ത നിർത്തിയിരുന്ന ആളാണ്. എന്നോട് ഒരു ദിവസം തിരുവഞ്ചൂർ സാറെ പരസ്യമായിട്ട് മഞ്ഞക്കടമ്പ UDF വിട്ടതിന് ശേഷം വാർത്തയൊന്നുമില്ലെന്ന്. അല്ലെങ്കിൽ എല്ലാ ദിവസവും വാർത്തയാണ്. തിരുവഞ്ചൂർ സാർ ഉദ്ഘാടനം ചെയ്യുന്നു, അവർ ഉദ്ഘാടനം ചെയ്യുന്ന എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ അങ്ങനെ നിൽക്കുന്നാലും എനിക്ക് സീറ്റ് കൂടി. ഇപ്രാവശ്യം കണ്ടില്ലേ പാർട്ടിയുടെ സീറ്റ് ആർക്കൊക്കെയാണ് കൊടുത്തേ? ചങ്ങനാശ്ശേരി സീറ്റ് 5 വർഷം ഓടിയ പാവം പിടിച്ച VJ ലാലിയെ വെട്ടി അവിടെ ഒരു മുതലാളിക്ക് കൊടുത്തു. ആലപ്പുഴ അവിടെ ജേക്കബ്, അയാള് പാവം 2 വർഷം കഴിഞ്ഞ നിസാരം ഉണ്ടാവില്ല, പ്രാവശ്യം ജയിക്കും കൊടുത്തിട്ട് അവിടെ ഒരു മുതലാളിക്ക് കൊടുത്തു. അപ്പം എനിക്കും സ്വാഭാവികമായിട്ട് നിങ്ങൾ നാട്ടിൽ ഞാൻ മുതലാളിയല്ല. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ആയതെങ്കിൽ ഞാൻ പൊതുരംഗത്ത് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി പോരാടി. എൻ്റെ വികസനത്തിന് വേണ്ടി ഞാൻ പോരാടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വാടക താമസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ നമ്മൾ എന്താ പറയുക, ലൈവായിട്ടൊന്ന് നിൽക്കുന്ന പ്രസ്ഥാനത്തോട് അങ്ങേറ്റ ആത്മാർത്ഥ അന്തസ്സും പുലർത്തിയ വ്യക്തിയായിരുന്നു. മാണിസാറ് ജീവിച്ചിരുന്നപ്പോൾ മാണിസാറിന് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഈ പാർട്ടിയിൽ ആരും ഇല്ലായിരുന്നു. അന്ന് ഞാനേ ഉള്ളായിരുന്നു പോരാടാൻ. ബാർക്കോഴ് വിവാദം ഉണ്ടായപ്പോൾ ഇവിടുത്തെ അന്ന് ആരെയും കണ്ടോ? ഞാൻ ലെല്ലോ ബിജു രമേശുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചതും PC ജോർജുമായിട്ട് ഏറ്റുമുട്ടാൻ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അന്ന്. അതിനുശേഷം ഞാൻ യൂത്ത് ഫണ്ട് പ്രസിഡന്റായി. എന്ന് ആ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്നോട് മാണിസാറ് കുഞ്ഞാറ് സീറ്റ് നീ മത്സരിക്കാൻ പറഞ്ഞ് എന്നെ കൊണ്ട് മുഴുവൻ ഭിത്തി എഴുതിപ്പിച്ചു. അവസാനം മാണിസാറ് ചതിച്ച് ഞാൻ പറയുക, കൊടുംചതി ഉണ്ടായി. പാർട്ടിക്ക് പുറത്തുനിന്ന് ആളെ കൊണ്ടുപോയി ജോർജ് കുട്ടി അവസ്ഥയ്ക്ക് സീറ്റ് കൊടുത്തു. അതേ അവസ്ഥ തന്നെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഓർക്കണം.
ഞാൻ UDF ജില്ലാ ചെയർമാനായിട്ട് അന്ന് ജോസഫ് സാറിനോടൊപ്പം ഇറങ്ങി വന്ന് മാണി ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി വന്ന ഒരേ ഒരു പോഷക സംഘടനാ പ്രസിഡന്റ് ഞാനേ ഉള്ളൂ. ഞാൻ ഇറങ്ങി വന്നെങ്കിൽ എന്നോടൊപ്പം അത്യാവശ്യം മാണി ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ ഞാൻ ഇറക്കി കൊണ്ടുപോകുന്നു. കൊണ്ടുവന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ വിഷയങ്ങളൊക്കെ ഉണ്ടായി. ഏതായാലും ജോസ് കെ മാണി LDF പോയി തിരിച്ച് ഞങ്ങൾ UDF നിൽക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും പാർട്ടി ജില്ലാ പ്രസിഡന്റ് എനിക്ക് UDF ജില്ലാ ചെയർമാൻ ആവാം. അന്നത് മോൻസ് വേണമെന്ന് തോന്നി. ഞാൻ വഴക്കുണ്ടാക്കിയില്ല. അത് എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷേ അതെന്നെ അസംബ്ലിയിലേക്ക് വെട്ടാൻ വേണ്ടി അത് എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ ചിന്തിക്കുന്നില്ല. അതിനുശേഷം അസംബ്ലി സീറ്റ് വന്നപ്പോൾ അതാണ്ടേ മാണി ഗ്രൂപ്പിൽ നിന്ന് പ്രിൻസ് ലൂക്കോസിനെ കൊണ്ടുവരുന്നു. ഏറ്റുമാനൂർ പ്രിൻസ് ലൂക്കോസിനെ ഇറക്കുന്നു. ഇതാ നമ്മൾ വെളിയിൽ. ഞാൻ അന്ന് തന്നെ മനസ്സുകൊണ്ട് ഞാൻ നിർത്തിയതാണ്.